ജോൺ സാറെ സ്വാഗതം. ഇന്നലെ നമ്മൾ ചെറിയൊരു വീഡിയോ ഒക്കെ പിടിച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിരുന്നു. പലരും പല രോഗങ്ങളുണ്ട്. അതിന് ജോൺ സാറിൻ്റെ അഭിപ്രായം എന്നാ പറയുന്നു, പുള്ളിയുടെ വിദഗ്ധ ഉപദേശം ചോദിക്കാമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഗ്രൂപ്പിലിട്ടു. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് അടുത്ത ദിവസം തന്നെ അത് വീഡിയോ ആയിട്ട് കാണിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാം കൊണ്ടും സൗകര്യം കിട്ടി. ഫോട്ടോകോപ്പി വന്ന് നമുക്ക് കുറേ പ്രയോജനം ശരിക്കും അവർക്കും കിട്ടി, ജോൺ സാറിനും കിട്ടി. ഇല്ലേ? സന്തോഷമായില്ലേ? സന്തോഷമായി. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇന്ന് സമയങ്ങളുള്ളപ്പം എനിക്ക് പോകണമെങ്കിൽ ഇനി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 2 മണിക്കൂറൂടെ കഴിയും ഇനി ഇവിടെ പോകണമെങ്കിൽ. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ടതിൻ്റെ ബാക്കി ആയിട്ടുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ജോൺ സാറേ, നമുക്ക് ഈ തേനീച്ചകൾക്ക് വിവിധ രോഗങ്ങളുണ്ട്. അതായത് ഏറ്റവും ആദ്യത്തെ അടപ്പുഴുവാണ്. അതിന് നമുക്ക് എങ്ങനെയൊന്ന് പ്രതിരോധിക്കാൻ പറ്റും? അതിന് അടപ്പുഴുവിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോളനികൾ കൂടുതൽ സ്ട്രോങ് ആക്കി നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. പിന്നെ അത് രണ്ടാമത് നമുക്ക് ചെയ്യാവുന്നത് പരമാവധി ആൾക്കാർക്ക് ഈ ഹോം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ ഹോം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ അടിയിലൊക്കെ തട്ടൊക്കെ സമയാസമയങ്ങളിൽ ക്ലീൻ ചെയ്യുക. അതൊക്കെയാണ് അടപ്പുഴുവിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധാരണ ചെയ്യാവുന്ന ചില